അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കും. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, ഫുൾ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിൽ കയറിയാണ് ഫോളോ ചെയ്യുക. ഓക്കെ, ഉള്ളിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. അയ്യോ അടിപൊളി സംഭവം കേട്ടോ. ഡാർക്ക് സിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കടലുണ്ടിപ്പുഴ നമ്മൾ കടലിലേക്ക് ചേരുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പാലം, രണ്ടും കൂടി ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പാലം വരുന്നത്. അതേപോലെ അവിടെ റെയിൽവേയുടെ പാലം ഈ സൈഡിലുണ്ട്. പിന്നെ അവിടെയൊക്കെ കാണുന്നത് നമ്മുടെ കണ്ടൽ കാടുകളാണ്. അത് കൂടുതൽ ഏരിയയിലായിട്ട് കണ്ടൽ കാടുകൾ നമുക്ക് കുറേ കാണാനുണ്ട്. അതേപോലെ പക്ഷി സങ്കേതം ഇവിടെ തന്നെയാണ്. നമ്മൾ ദേശാടന പക്ഷികളൊക്കെ വന്ന് ഒത്തിരുമിച്ച് നിൽക്കുന്ന ഏരിയയും ഈ സ്ഥലത്ത് തന്നെയാണ്. ഈ കണ്ടൽ കാടുകളിലാണ് ഈ ദേശാടന പക്ഷികളൊക്കെ വന്നു കണ്ടിരിക്കുന്നൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. കൂടുതൽ കാണാനുള്ളൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു നമ്മളെ തോണി യാത്രയുണ്ട്. തോണി യാത്രയ്ക്ക് അവർ ഈടാക്കുന്നത് 800 രൂപ. 800 രൂപ ഒരു 6 പേർക്കാണ് അവർ പറയുന്നത് 800 രൂപ. അതേപോലെ ഇവിടെ കയറാൻ 10 രൂപ ഒരാൾക്ക്. അങ്ങനെ ഓരോരുത്തർക്ക് 10 രൂപ വരും. 10 രൂപ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ തോണി പോകാനുള്ള 800 രൂപയും അതൊക്കെ ഇവിടെ ഉള്ളൊരു നമുക്ക് വീക്ഷിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളൊന്നും കാണുന്നില്ല. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് കുറഞ്ഞ ആളുള്ളൂ, കൂടുതൽ ആളൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ കൊടുന്ന് കാണിച്ച് കൊടുക്കുന്ന ഏരിയ ഈ ഏരിയയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ടിക്കറ്റുണ്ട്, 10 രൂപ ടിക്കറ്റുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടറാണ്. കടലുണ്ടി വള്ളിക്കുന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കടലുണ്ടി വള്ളിക്കുന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ തോണിയിൽ കയറി സവാരി കൊണ്ടുപോകുന്ന തോണിയിൽ കയറി പോകുന്ന ഒരു ഏരിയ. ഇവിടെ നിന്നാണ് അവർ തോണിയിൽ കയറ്റുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ റെയിൽവേ പാലം ഉണ്ടല്ലോ, റെയിൽവേ പാലത്തിൻ്റെ താഴെ വഴി പോയിട്ട് അവിടെയുള്ള കണ്ടൽക്കാടുകളൊക്കെ വീക്ഷിക്കുന്നൊരു സംഭവമാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തോണി യാത്ര പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 2 തോണിയുള്ളത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് റിട്ടേൺ വരുള്ളൂ. അപ്പോൾ ഇവിടെ 5 മണി വരെ പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് വേറെ വഴിക്ക് പോവുകയാണ്. ഓക്കെ, അളിയൻ ഇത് നമ്മൾ അളിയാനാണ് കേട്ടോ, ചെറിയ അളിയാനാണ്. വന്ന് നമ്മൾ 2 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പണ്ട് റെയിൽവേ ഒരു ആക്സിഡൻറ്റ് നടന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, റെയിൽവേ പാലം പൊളിഞ്ഞാടി കുറച്ച് ആൾക്കാർ മരിച്ച കുറച്ച് മുമ്പ് അവിടെ പോയിട്ട് അവിടെയുള്ള വ്യൂ നമുക്ക് കാണാം. അവിടെയുള്ള അതിൻ്റെ അപ്പുറത്തുള്ള കണ്ടൽ കാടുകളൊക്കെ നമുക്ക് അവിടുന്ന് വീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വഴി നമുക്ക് നടന്ന് പോകണം. അങ്ങോട്ട് കുറച്ച് പോകണ്ടല്ലേ അളിയാ, കുറച്ച് ദൂരം പോകണ്ടേ? എന്തായാലും നമുക്ക് നടന്ന് പോകാം. എന്തായാലും വണ്ടി അതെല്ലാം അങ്ങോട്ട് പോകില്ല, നമ്മൾ നടന്ന് പോയേ വേണം. ബോട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതേപോലെ തോണിയിൽ യാത്ര ചെയ്യാം. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പോകാനും പറ്റിയില്ല, കാണാനും സാധിച്ചില്ല. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമ്മൾ പോകും. പിന്നെ എന്തായാലും വരുന്നവരൊക്കെ രാവിലെ വരും അല്ലേ? രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബ് കാണും, നല്ല വൈബ് കിട്ടും. അപ്പോൾ രാവിലെ വരാം, കിളികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വൈകുന്നേരമാണ് പിന്നെ പക്ഷികൾ ഉണ്ടാവാന്ന് പറഞ്ഞ്. ഇപ്പോൾ ട്രെയിൻ വരുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് പാലം, റെയിൽവേ പാലം ഇവിടെ തന്നെയാണ്. ട്രെയിൻ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ നടന്ന് പോയിക്കൊണ്ട് അവിടെ എത്താനായിട്ടുണ്ട്. പാലം കണ്ടൽക്കാടുകളുണ്ടാവുമ്പോൾ ചതുപ്പുകാലം മസ്റ്റല്ലേ? അതാണ്. ഇത് ഗുഡ്സ് ട്രെയിനാണ്, ഗുഡ്സാണ്, പാസഞ്ചർ അല്ല, ഗുഡ്സാണ്. അതിൽ പാസ് ഉണ്ട്, നമ്മൾ എന്തായാലും കാണുന്നില്ല. ഓക്കെ, ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല, കുറച്ച് അപ്പുറത്താണ്. അങ്ങോട്ട് പോകാൻ പറ്റിയൊരു ഏരിയ ഇതിലേയും വഴി ഉണ്ടാവും. നമ്മളെന്തായാലും പോയി നോക്കാം. നമുക്ക് കയറാൻ പറ്റിയെങ്കിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കയറിക്കാണ്ട് വെറുതെ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കയറുള്ളൂ, പറ്റിയാൽ മാത്രമേ കയറുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതേപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി വരുന്നതായിരിക്കും. ഓക്കെ, അയ്യാ തുടങ്ങല്ലേ? ഇപ്പം നമ്മൾ റെയിൽവേയിലെത്തിയിട്ടുണ്ട്, റെയിൽവേൻ്റെ പാലത്തും എത്തിയിട്ടുണ്ട്. ഇതാണ് റെയിൽവേ. ഇവിടെ കടലുണ്ടി എന്നുള്ള സ്റ്റേഷനും ഇവിടെ തന്നെയാണ്. ഇവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട്.
എന്തായാലും നമ്മൾ കുറച്ച് ദൂരം നടന്ന് പോകുന്നതിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. ബോർഡ് ഇതാക്കണം കടലുണ്ടി എന്നുള്ള ഇത് സ്റ്റേഷൻ. ഇവിടെ കൂടുതൽ ആളുകളും ഉള്ള ഒരു ഏരിയ അല്ല, സ്റ്റോപ്പ് കുറവാണ്, നോർമൽ ഏരിയ. പാലത്തിൻ്റെ സൈഡ് ഇവിടേക്കാണ് നമുക്ക് പോവാനുള്ളത്. എന്തായാലും നമ്മൾ പോയി നോക്കല്ലേ, എന്തായാലും ഇവിടെ വന്നില്ലേ ലളിയാ? പോയി നോക്കാം. നേരെ നീർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്കും രണ്ട് സൈഡും, ഈ സൈഡുക്കും അതേപോലെ തന്നെ നീണ്ട് നിവർന്ന് കിടക്കുന്നു. പൊളി വൈബനാണ്, നല്ല ഭംഗിയുണ്ട്. പോയി ക്യാമറയിലൂടെ കാണുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെ നേരെ കാണാൻ വേണ്ടിയുള്ള ഒരു വൈബ് തന്നെ, വെറൈറ്റി വൈബ് തന്നെയാണ്, പൊളി വൈബ്. അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ വേയുടെ മേലെ കൂടെ ഉള്ള പാലം, ഇവിടെ 2 പാലം ഉണ്ട് അല്ലേ? ഒന്ന് ഓൾഡ് കയറാം, ഒന്ന് ഓൾഡ് പിടിച്ച് പോയിട്ട് വേണം അതിമക്ക്. അയ്യോ 2 പാലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് നല്ല കണ്ടൽ കാടുകളൊക്കെ നമുക്ക് കാണാനുണ്ട്, നല്ല വ്യൂസ് തന്നെയാണ് 2 സൈഡിലായിട്ട്. പൊളി വൈബ് തന്നെ ആയിരിക്കാം. പിന്നെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ച് ദൂരം പോയാൽ നമ്മുടെ വണ്ടികൾ പോകേണ്ട പാലമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇറങ്ങാനുള്ള ഗ്യാപ്പുണ്ട്. അവിടെ ആകുമ്പോൾ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കടലുണ്ടി പുഴയും, ആ 2 വൈബായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അതിൽ ഇവിടുത്തെ വൈബ് നമുക്ക് കണ്ടിന് ശേഷം അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടുത്തെ വൈബും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അയ്യോ സൈഡ് കേൾക്കല്ലേ, ഫുട്പാത്ത് വൈബ് പോവാ. അയ്യവാ പൊളി വൈബില്ലേ അളിയാ? അടിപൊളി അടിപൊളി. അവിടെ മീൻ പിടുത്തുണ്ടല്ലേ, ചൂണ്ടലിടാൻ വൈബ് ഉണ്ട്. ഇവിടേക്ക് ഞാൻ പറഞ്ഞ നമ്മളെ പാലം അവിടെയാണ്. അവിടുന്ന് സൂര്യനെ ക്യാമറ നമുക്ക് അടിക്കൊണ്ടുകൊണ്ട് ക്ലിയർ കമ്മിയുണ്ട്. അതെ, അവിടെ നിന്നാണ് നമ്മളെ തോണി യാത്ര ഒക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ അവിടെയാണ്. അത് കാണുന്ന സൂര്യൻ അവിടെ നിന്ന് ആയതുകൊണ്ടേ ഒരു ക്ലിയർ കമ്മി വന്നത്. പിന്നെ പണ്ട് ആക്സിഡൻ്റ് ആയത് ഇവിടെ മാസ്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാസ്ക് ഇട്ടാണ്. അപ്പോൾ അവിടെ ആ കണ്ട ആൾ പറഞ്ഞ് മാസ്ക് ഇട്ട ആൾ പോലീസുകാർ വരുന്ന നോക്കലുണ്ട്, 500 രൂപ വെറുതെ ഫൈൻ അടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടാണ്. വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് ഒന്ന് ഊരിയിട്ട് കാണിക്കാമല്ലോ. അപ്പോൾ ആ സൈഡൊക്കെ നല്ലൊരു കണ്ടൽ കാടുകൾ തന്നെയാണ്, ഒരു വെറൈറ്റി സീനറി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വൈബ്. പിന്നെ നമുക്ക് ട്രെയിനൊക്കെ വരികയാണെങ്കിൽ കയറിക്കാനുള്ള ഏരിയ ഇവിടെ നിന്ന് നമുക്ക് കയറി നിന്ന് ട്രെയിൻ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വൈബ് കണ്ട് നിന്ന് ട്രെയിനൊക്കെ പോയതിന് ശേഷം നമുക്ക് തിരിഞ്ഞ് നടക്കാനുള്ളൊരു ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ആളുണ്ട് കേട്ടോ. നാട്ടുകാരല്ല, അല്ലാതെ കപ്പിൾസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അവരൊന്നും ഞാൻ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അവരോട് സമ്മതം ചോദിച്ച് ക്യാമറയിലൊക്കെ ഉൾപ്പെടുത്തുമ്പോഴത്തേന് നമ്മൾ അവരെ ഒഴിവാക്കി വീഡിയോ എടുത്ത് പോരാണ്. ഓക്കെ, വൈബ് നല്ല വൈബാണ്, അടിപൊളി വൈബ് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി കണ്ടൽക്കാട്. അവിടെയൊക്കെ താമസം ഉണ്ടല്ലേ, താമസമുള്ള ഒരു ഏരിയ തന്നെയാണ് കണ്ടൽക്കാട്. അവിടെ ഒരു പാലം കാണുന്നുണ്ട്, ചെറിയൊരു പാലം അപ്പുറത്തേക്ക് കാണുന്നുണ്ട്. അതാവല്ല, അതല്ല, വേറെയാണ്. എന്തായാലും നല്ലൊരു വൈബ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തോണിയാത്ര, ഇതാണ് തോണി സഞ്ചാരികൾ തോണിയാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതേപോലെ അതിങ്ങനെ കറങ്ങിയിട്ട് അവിടെയുള്ള കണ്ടൽക്കാടൊക്കെ കണ്ട് ഫുൾ സെറ്റാക്കി അവർ കാണിച്ചു തരും. അതേപോലെ തന്നെ 800 രൂപയാണ് അവർ ഫീസ് പറഞ്ഞത്, 800 രൂപയാണ്. ഓക്കെ, അപ്പോൾ അവർ 2 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തോണിയിട്ട് പോയിക്കാണ്ട് ഫുൾ വൈബൊക്കെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വെള്ളം ഇല്ലാത്തൊരു സമയമാണ്, കൂടുതൽ വെള്ളം ഇല്ലാത്ത സമയമാണ്. അപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊന്നും തോണിയിട്ട് പോകാൻ പറ്റില്ല എന്നും അവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വെള്ളമുള്ള സമയത്ത് വന്നാൽ അവർ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരും. ഒരു വെറൈറ്റി വൈബായിട്ട് തന്നെ നമുക്ക് തോണിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ കണ്ടൽക്കാടുകൾ പെട്ടതാണ്. ഇവിടെ കാടായിട്ട് കിടക്കുന്ന അതിൻ്റെ ചുവട്ടിലൂടെ വെള്ളം പോകുന്നൊരു വൈബാണ് കാണുന്നതിന്, വെറൈറ്റി ഫീലിംഗ് തന്നെ കേട്ടോ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ പറഞ്ഞ നമ്മളെ സൺസെറ്റ് കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാം. അവിടെ നിന്നുള്ള വൈബൊക്കെ നമുക്ക് കാണണം. ഓക്കെ,
സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം അപ്പോൾ ഈ വീഡിയോക്ക് ലാസ്റ്റ് സൺസെറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോകണ ലൈറ്റ് ഇടണം. ചെറിയ ടണലുണ്ടാ. അത് ചെറിയ ലൈറ്റ് ഇട്ടോക്ക. ഉള്ളില് വെള്ളമൊക്കെ നിക്കുന്നുണ്ട്. അയവ അടിപൊളി സംഭവം കേട്ടാ. സംഭവം പൊളിച്ചു. ഇവിടെ വെഹിക്കലൊക്കെ നമ്മള് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണേ. ചെറിയൊരു അയവ എന്തായാലും സംഗതി പൊളിച്ചിട്ടോ. എന്തിനാ അയവ അത് മുകൾ കൂടെ ട്രെയിനിന്റെ പാളം പോകണ്ടേ, അതിന് വേണ്ടി അതിന്റെ അടിയിൽ കൂടെ റോഡ് കൊടുക്കാം. എന്തായാലും പൊളിച്ച് അയ്യോ. നമ്മള് സൺസെറ്റ് കാണാൻ വേണ്ടി കടലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മള് കടലിൻ്റെ പോയാ അതേപോലെ ഇത് കടല് രണ്ടും കൂടി ചെയ്യേണ്ട സ്ഥലമാണ്. ഓക്കെ. ഇതായിട്ട് പാലം. നമുക്ക് പാലത്തിന്റെ ആ സൈഡ് അവിടുന്ന് ഇറങ്ങി വരാനുള്ള ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഈ സൈഡിലേക്കാണ് വന്നത്. പക്ഷേ അവിടുത്തെ കാഴ്ചപ്പെടുത്താനുണ്ട്. ഇവിടെ നല്ല ആളുണ്ട്, കപ്പിൾസും കാര്യങ്ങളും. കൂടുതൽ ആൾ ഇവിടെ നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ ഉണ്ടാവും. വെറൈറ്റി കളിയാ, വെറൈറ്റി സ്ഥലം. ഒരുപാട് ആളുകളുണ്ട്. അതെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. വെറൈറ്റി സ്ഥലം തന്നെ ഉണ്ടോ. നല്ലൊരു കടലും പുഴ ഒന്നിക്കുന്ന സ്ഥലം. നല്ല ആളുണ്ട്, നല്ല ഫോട്ടോ ഒക്കെ പറ്റിയും കപ്പിൾസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി സ്ഥലം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ വ്യൂസൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ. നമ്മളെ സൂര്യനെ താന്ന് വരുന്നു. സൺസെറ്റ് ആവാൻ 5:59 സൺസെറ്റ് ഉള്ളത്. നമുക്ക് എന്തായാലും കാണാം. വെറൈറ്റി വ്യൂസ് തന്നെ കാരണം. ഓക്കെ. അയ്യോ അടിപൊളി. പൊളി വൈബ് തന്നെ കേട്ടോ അവിടുന്ന് കാണാൻ സാധിക്കുന്നു. ഒരു പച്ചയോട് കൂടിയ തെങ്ങിൻ തോപ്പ്. എല്ലാ ആളുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും. ഇതൊക്കെ മണലാണ്. താഴെ നല്ല മണലാണ് ഇവിടെ കാണുന്നത്. അടിപൊളി കേട്ടോ. നല്ല പെരകളുണ്ട്. അടിക്കണ ഒരു ഗ്യാപ്പ്. പൊളി വൈബ്. എന്താണ് അടിപൊളി വൈബ് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ. ഇവിടെയൊക്കെ നല്ല ആളുണ്ട്, നല്ല ഫാമിലീസും കാര്യങ്ങളും കപ്പിൾസൊക്കെ വന്നൊരു ഏരിയ തന്നെയാണ്. ഫുള്ള് വെറൈറ്റി. വൈബിൻ്റെ ഏരിയ. ആകാശത്ത് കാക്കച്ചികളൊക്കെ പറന്ന് വട്ടം വിട്ട് പരുന്താണല്ലേ. കടൽക്കാക്കും പരുന്തുകളും വട്ടം വിട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ച. തിരമാല ഇട്ടടിക്കുന്ന വൈബ് ഇങ്ങനെ അടിപൊളി. തിരമാലയിട്ട് ഇങ്ങനെ അടിക്കുന്ന കല്ലുമ്പോൾ പാറമ്പൊക്കെ അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ തെറിക്കുന്ന ഒരു വൈബ് നമുക്ക് കണ്ട്. നല്ല ആളുണ്ട്, ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ഫുള്ള്. എന്തായാലും നമ്മുടെ സൺസെറ്റ് ആവാനായിട്ടുണ്ട്, ടൈം ആയിട്ടുണ്ട്. മിക്കവാറും നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയില്ല. കാരണം അവിടെ മേഘം ഉണ്ടായതുകൊണ്ട് ഒരു ഫുള്ളായിട്ട് കാണില്ല. ഇപ്പം തന്നെ നമുക്ക് കുറഞ്ഞ ഭാഗം കാണുള്ളൂ. കടലിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും താന്നുകൊണ്ടേ ഇരിക്കണേ. ഓക്കെ. അപ്പോൾ തന്നെ ഇവിടെ ഫുള്ളാളായിട്ടോ. ഈ ടൈം ആയപ്പോൾ തന്നെ ഇവിടെ നല്ല ആളായിട്ടുണ്ട്. നല്ല ആളായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ. ഫുള്ളാളാണ്. ഒരു കോർണറാണ് ഇതിങ്ങനെ വരുന്നത്. അതിൻ്റെ ഈ കോർണറിൽ ഇങ്ങനെ കുറച്ച് പാറകളായിട്ടും വെറൈറ്റി ഒരു സ്ഥലം തന്നെയാണ്. വെറൈറ്റി പാറകളൊക്കെ ആയിട്ട് പാറങ്ങളിൽ ഉള്ള വ്യൂസും കാര്യങ്ങളും പാലം ഇങ്ങനെ കയറിയിട്ടുള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ച് പോകുന്ന ഒരു
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കും. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, ഫുൾ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിൽ കയറിയാൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനലിൽ. ഓക്കെ, മറക്കണ്ട. ഓക്കെ.